അബി നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാമോ? ലാസ്റ്റ് 3 ബൈറ്റ്സ്. പോ. ഇല്ലില്ല മോനെ, അതെങ്ങനെ പോവും മോനെ? ഭൂരി കഴിച്ചതിന് ശേഷമാണ് ലസ്സി കുടിക്കേണ്ടത്. ലസ്സി കുടിക്കാതെ നമ്മളുടെ ഭക്ഷണം പൂർത്തിയാവില്ല മോനെ. നിക്ക് ലസ്സി കുടിച്ചിട്ട് പോയാ മതി. റോബിൻ മോനെ, നീ അടുക്കളയിൽ പോയി ലസ്സി കൊണ്ടുവാ. ലസ്സി ഉണ്ടോ? ഓഹോ, വെയിറ്റിംഗ്. Cheers to everyone. കുറെ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എന്തായാലും അടിപൊളിയായി, വയറ് നിറഞ്ഞു. ഇനി ഞാനും കുറച്ച് രസിക്കട്ടെ, നമുക്ക് പോവാം. ഇവള് പണത്തിന്റെ കാര്യത്തിന് എന്തിനാ ഇത്ര ഡെസ്പറേറ്റ് ആവുന്നത്? അപ്പൊ ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് എല്ലാവരും ഉണ്ടാവണമെന്നാ. ഇനി ഒറ്റയ്ക്ക് വേദിക്കുകയാണെങ്കിൽ ഇദ്ദേഹം പറയും ഞാൻ ഇദ്ദേഹത്തെ ചീറ്റ് ചെയ്തു. അപ്പോ നിങ്ങളെല്ലാവരും സാക്ഷികളായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. വെരി ഗുഡ് പ്രിയ. നിന്റെ ചമ്മിയ മുഖം കാണാൻ സ്വയം ഫാമിലി ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. ആഹാ, വരൂ, നല്ല രസമുണ്ടായിരിക്കും. പണം എണ്ണാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത്? ആൻഡ് ഐ തിങ്ക് അബിക്ക് പണം കിട്ടിയാൽ അവൻ എല്ലാവർക്കും തരും ഷോപ്പിംഗ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അബിക്ക് പണം കിട്ടുമ്പോൾ എന്റെ എല്ലാ നല്ല സമയം തുടങ്ങും. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പോവാം. എല്ലാവരും കഴിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് എണീറ്റാലോ? ഈ തനു ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുണ്ടല്ലോ. ഈ പണം കൊണ്ട് ഇവൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? Come on. ഇതെന്ത് പറ്റി? ലോക്കർ തുറക്കാൻ പറ്റുന്നില്ല? ലോക്കറിനല്ല, നിന്റെ കൈക്കാ കുഴപ്പം. പിശുക്കന്മാർക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അല്ലേ? തുറന്നല്ലോ. നീ എന്താ തമാശ കളിക്കണം? ക്യാഷ് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നീ എന്തിനാ ലോക്കർ തുറന്ന്? അതിന് ഞാൻ പൈസ ഇവിടെ തന്നെ വെച്ചത്. എനിക്ക് തോന്നുന്നു മമ്മി, നമുക്ക് മുമ്പേ മറ്റാരോ പ്രിയയുടെ ലോക്കർ അടിച്ചു മാറ്റി കഴിഞ്ഞു. മിണ്ടിപ്പോരുത് നീ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിലാണ് കാര്യം. സെയിം ടു യു. ഇങ്ങനെ ഏറ്റു പറയാൻ മാത്രം കൊള്ളാം. ഇവിടെ വെച്ചെങ്കിൽ പിന്നെ അതോടെ പോയി. അത് പിന്നെ പണം ഞാൻ നോക്കാം അബി. ഇവിടെ ശരിക്കും പൈസ കാണുന്നില്ല ബി. എവിടെ പോയി 1 കോടി രൂപ? ലോക്കറിൽ തന്നെ ഞാൻ വെച്ചത്. ഇവിടെ വെച്ചെങ്കിൽ എവിടെ പോയി കാണും? ലോക്കർ പൊട്ടിയോ അതോ ബ്രീഫ് കേസ് അത് കഴിച്ചോ? നീ ഇവിടെ വെച്ചോ അതോ ഇല്ലയോ? ഞാൻ ഇവിടെ തന്നെയാ പണം മുഴുവൻ വെച്ചത്. ഇപ്പൊ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇതിന്റെ താക്കോൽ ആരുടെ കയ്യിലായിരുന്നു? അത് എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവാറാ പതിവ്. താക്കോൽ നിന്റെ കയ്യിലാണ്. പണവും നീയാ വെച്ചതെങ്കിൽ നിനക്കല്ലേ പണം എവിടെയാണെന്ന് അറിയുള്ളൂ. പണം എന്താ രാത്രിയിൽ കറങ്ങാൻ പോവോ പുറത്തേക്ക്? രാവിലെ തിരിച്ചു വരാൻ ആരെങ്കിലും എടുത്തു കാണും. അതല്ലേ ഇവിടെ ഇല്ലാത്തത്. തനു, ഇതെന്താ പറയുന്നത്? സത്യമാണ് പറയുന്നത്, സംഭവിക്കുന്നതും. 1000 500 ആണെങ്കിൽ എവിടെയെങ്കിലും കളഞ്ഞു പോയിന്നെങ്കിലും പറയാം. 1 കോടി രൂപയാണ് കാണാതായത്. ഇത്രയും പൈസ കളഞ്ഞു പോവില്ല, മോഷ്ടിക്കപ്പെടാം. ലോക്കർ ലോക്ക്ഡാണ്. അതിന്റെ താക്കോൽ പ്രിയയുടെ കയ്യിലുണ്ടെങ്കിൽ പണം എവിടെ പോയി കാണുമെന്നും പ്രിയയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഇന്നലെ ഇതേ ലോക്കറിൽ തന്നെയാണ് ഞാൻ ആ ക്യാഷ് വെച്ചത്. ഇപ്പൊ എവിടെ പോയെന്ന് എനിക്ക്. അപ്പൊ കൺഫേം ആണ് മോഷണം നടന്നിട്ടുണ്ട്.
ഇനി നോക്കേണ്ടത് എങ്ങനെ എന്ന് വെച്ചാ ഈ റൂമിൽ പ്രിയ മാത്രമാണ് വരുന്നത്. താക്കോലും അവളുടെ കയ്യിലാണ്. പിന്നെ പ്രിയക്ക് അറിയാമായിരിക്കുമല്ലോ പൈസ ആരെടുത്തു എന്തിനെടുത്തു എന്ന്. എങ്ങനെ? ഏട്ടത്തി എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? ഈ റൂമിൽ പ്രിയ മാത്രമേ വരുന്നുള്ളൂങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത് മോഷ്ടിച്ചതും പ്രിയ തന്നെ ആയിരിക്കുമെന്ന്. തനു മര്യാദയ്ക്ക് സംസാരിക്കും. വീട്ടിലൊരു സാധനം കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം മോഷണം പോയെന്നല്ല. ആകാശ് പറയുന്നത് ശരിയാണ്. പൈസ ഇവിടെ തന്നെ കാണും, ഉടനെ കിട്ടും. പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാൻ തന്നു പ്രിയേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പ്രിയേച്ചി അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കാൻ പോലും പാടില്ല. ഇല്ല രച്ചു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പ്രണവ് ആ പണം കൊണ്ടുവന്നപ്പോ നമ്മൾ രണ്ടുപേരും വന്ന ഈ ലോക്കറിൽ ഇവിടെ ആ പണം വെച്ച് പൂട്ടിയത് ഇപ്പൊ എവിടെ പോയിന്ന് അറിയില്ല. പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. അബി അബി ഞാൻ നിന്നോട് പ്രിയോട് പൈസ ചോദിക്കാൻ പറഞ്ഞതല്ലേ? എനിക്കറിയാം പൈസ മോഷ്ടിച്ചത് ഇവളാണെന്ന്. ഇവൾ അഭിനയിക്കാണ്. അബി നീ ഒന്ന് വരട്ടെ, ചിലപ്പോ ഇവള് സത്യം പറയും. നീ അഭിയെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. അവനറിയാം എന്ത് ചെയ്യണമെന്ന്, അല്ലേ മോനെ? നിങ്ങൾ എന്നെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. തനു, അബി നീ എന്നെ വഴക്ക് പറയുന്നോ? അബി നിന്റെ പൈസയാണ് കാണാതായത്. അത് ഞാൻ അന്വേഷിച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം? അബി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പണം പ്രിയയാണ് മോഷ്ടിച്ചത്. ഇനി നീ പറ, പണം നീ ഇവിടെ നിന്ന് മോഷ്ടിച്ച് എവിടെ വെച്ചു? ഇനി നീ പറ, പണം നീ ഇവിടെ നിന്ന് മോഷ്ടിച്ച് എവിടെ വെച്ചു? അബി എന്തിനാ നോക്കുന്നേ? അവൻ അങ്ങനെയാണ്, അവനൊന്നും ചോദിക്കില്ല. പക്ഷെ ഞാൻ ചോദിക്കും. ഇവന്റെ അധ്വാനത്തിന്റെ പണം അത്. നീ പണം എവിടെ വെച്ചതെന്ന് പറയൂ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അറിയില്ല പണം എവിടെയാണെന്ന്. ഇന്നലെ ഞാൻ ആ പണം മുഴുവനും ഈ ലോക്കറിൽ വെച്ച് പൂട്ടിയതാ. പിന്നെ ഞാനിത് തുറന്നിട്ട് ഓടിയില്ല. നീ തുറന്നില്ലെങ്കിൽ പിന്നെ ആരാ ഇത് തുറന്നത്? നീ ബോസ് അല്ലേ? ഇവിടെ എല്ലാവരും നീ പറയുന്നത് പോലെയല്ലേ കേൾക്കുന്നേ. ഇതെങ്ങനെ സംഭവിക്കും? 1 കോടി രൂപ ഞാൻ എവിടെയും വെച്ച് മറക്കില്ല. ഞാനല്ലാതെ മറ്റാർക്കും ഇത് എടുക്കാനും കഴിയില്ല. അതെവിടെ പോയി കാണും? എവിടെയെങ്കിലും തന്നെ ഉണ്ടാകും. എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. അത് ഇവിടെ ഈ റൂമിൽ തന്നെ കാണും. ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. എടത്തി, റിലാക്സ്, ഡോണ്ട് വെറി. ചിലപ്പോൾ മൈൻഡിൽ നിന്ന് സ്ലിപ്പായതാവാം. പല സാധനങ്ങളും നമ്മൾ പലയിടത്തും വെച്ച് മറന്നു പോകാറില്ലേ? അങ്ങനെയാവാ. ചേച്ചി പേടിക്കാതെ, ടെൻഷൻ അടിക്കണ്ട. പൈസ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ആകാശ് പറയുന്നത് ശരിയാണ് മോളെ. പൈസ ഇവിടെ തന്നെ ഉണ്ടാവും. മോളെ പ്രിയ, ടെൻഷൻ അടിക്കല്ലേ. നീ നല്ലപോലെ ഓർത്ത് നോക്ക്. ചിലപ്പോ നീ സേഫ് ആയിട്ട് മറ്റെവിടെയെങ്കിലും വെച്ച് കാണും. ആ അമ്മ, എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. ഇന്നലെ പ്രണവ് ആ പണം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രണവിനെ വിളിക്കാം. ആ പ്രിയേച്ചി. പ്രണവ്, നീ എവിടെയാ? ആ ചേച്ചി, ഞാൻ അവിടെ തന്നെ വരുന്നത്. ഇന്ന് പൈസ ഇടാൻ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഞാൻ അത് ചോദിക്കാൻ തന്നെ നിന്നെ വിളിച്ചത്. ആ പ്രണവ്, നിനക്ക് ഓർമ്മയില്ലേ ഇന്നലെ നീ പണം കൊണ്ടുവന്ന ആ പെട്ടി ഇവിടുത്തെ ലോക്കറി വെച്ചല്ലേ പൂട്ടിയത്? അതെ ചേച്ചി. അതിപ്പോ കാണുന്നില്ല പ്രണവ്. കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചല്ലേ ആ പൈസ അവിടെ വെച്ചത്? ഞാൻ നോക്കി പ്രണവ്, ഇവിടെ കാണുന്നില്ല. അതെങ്ങനെ സംഭവിക്കും? ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ അവിടെ എത്തും. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. ദാ വരുന്നു. പ്രിയ, നീ എന്തിനാ പേടിക്കുന്നത്? പൈസ ഇവിടെ തന്നെ കാണും, എന്തായാലും കിട്ടും. പേടിയല്ല ചമ്മ, ഇത്രയും പൈസ അതെങ്ങനെ കാണാതായി എന്നുള്ള ടെൻഷൻ കൊണ്ട് എനിക്ക് അറിയില്ല ഒന്നും. നോക്കിക്കേ അബി, ഈ അഭിനയം നീ സ്റ്റേജിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഒരു മോഡലായിട്ട് പോലും എനിക്ക് ഇത്രയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇവളുടെ ആക്ടിങ് അതിനേക്കാളും വലുതാ. നിന്റെ പൈസയെ കുറിച്ചോർത്ത് ഇവളുടെ ടെൻഷൻ കണ്ടില്ലേ? നീ അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ പൈസ. ഭാര്യയായാലും ബോസ് ആയാലും രണ്ടും ഇവള് നന്നായി ആക്ട് ചെയ്യും. പക്ഷെ ഇങ്ങനെയുള്ളവരെ എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഇവളിപ്പോ അഭിനയിക്കാൻ ഇന്നസെന്റ് ആണെന്ന് തെളിയിക്കാൻ. തനു, ഇനഫ്. ഒരു തെളിവുമില്ലാതെ ഏട്ടത്തി ഇങ്ങനെ കുറ്റക്കാരിയാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് മോഷ്ടിക്കാലോ. പൈസയുടെ അത്യാവശ്യം ഇപ്പോൾ നിനക്കല്ലേ? അതെ,
പൈസയുടെ ആവശ്യം എനിക്കും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് ഇപ്പോഴും പൈസയുടെ ആവശ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ നിന്റെ ഈ പ്രിയപ്പെട്ട ഏട്ടത്തി കാരണം ഉണ്ടായത്. നമ്മൾ എല്ലാവരും പൈസ ഇല്ലാത്തവരാക്കി മാറ്റി. പൈസ കാണാതായ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങി. നമുക്കിപ്പോ കാശും ഇല്ല, സ്റ്റാൻഡേർഡും ഇല്ല. നിങ്ങളുടെ ഏട്ടത്തി കാരണം. നിന്റെ ഈ ഏട്ടത്തി ചതിയിലൂടെ അബിയുടെ എല്ലാം നേടിയെടുത്തു. അവന്റെ പൈസ, അവന്റെ പ്രോപ്പർട്ടി, അവന്റേതായിട്ടുള്ളതെല്ലാം. ഇവള് പൈസക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. പ്ലീസ് ആകാശ് കബോർഡിലൊന്ന് ചെക്ക് ചെയ്യൂ, പൈസ അവിടെ ഉണ്ടോന്ന്. ഇപ്പൊ കളി എന്താന്ന് മനസ്സിലായി. അബി, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ ഇവളോട് പൈസ ചോദിച്ച് വാങ്ങിച്ചെടുക്കാൻ? ഇന്നലെ ചോദിച്ചിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. മുഴുവൻ പൈസ നഷ്ടമാവില്ലായിരുന്നു. നീ ചിന്തിക്ക്, നീ എന്താ ഇത്ര മാസമായിട്ട് പൈസ തരാതെ പെട്ടെന്ന് തരാന്ന് സമ്മതിച്ചത് എങ്ങനെയാണ്? അതൊന്നും കൊണ്ട് മാത്രം, നിനക്ക് അവകാശപ്പെട്ടത് തരാതിരിക്കാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് മുഴുവൻ പൈസ ഇവള് തന്നെ അടിച്ചു മാറ്റി. തനു, മതി, ഒരുപാടായി, നിർത്തതൊക്കെ. ഈ ക്യാഷ് എന്തായാലും പ്രിയേട്ടത്തിയുടെ. ഏട്ടത്തി സ്വന്തം പൈസ എന്തിനു മോഷ്ടിക്കണം? നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ തനു, പ്രിയേച്ചി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്ലെങ്കിലും പ്രിയേച്ചിക്ക് സ്വന്തം പണം മോഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം പൈസയോ? നിങ്ങൾക്ക് ചിലപ്പോ തെറ്റ് പറ്റിപ്പോയതായിരിക്കും. ഈ പൈസ പ്രിയയുടേതല്ല. ഇവള് മോഷ്ടിച്ച പൈസ അബിയുടേതാണ്. ഞാൻ അബിയുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ സ്വന്തം ജീവിതം രക്ഷപ്പെടില്ല എന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ആരും അറിയാതെ എല്ലാ പൈസയും ഇവൾ തന്നെ ഇവളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. എന്റെ അബിയുടെയും കല്യാണം നടന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇവിടുത്തെ ഈ ഭരണം അവസാനിക്കുമെന്ന് ഞാൻ കരുതി. ഇവളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പൈസയും പ്രോപ്പർട്ടിയും ഒക്കെ നഷ്ടാവും. അതുകൊണ്ടാണ് ഇവളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ പൈസ വാങ്ങാൻ അബിക്ക് പ്രഷർ നൽകിയപ്പോ ഇവള് തരില്ല എന്ന് പറഞ്ഞു. ഇവള് പൈസക്ക് വേണ്ടി എന്തും ചെയ്യും. ആരുടെ ജീവൻ വേണമെങ്കിലും. അവൾ അതൊരിക്കലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അവളുടെ കയ്യിലിരിക്കുന്ന പൈസയിൽ എനിക്ക് അവകാശമുണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. നീ ശരിക്കും പൈസ എവിടെയാ കൊണ്ടുവച്ചതെന്ന് ഒന്ന് ഓർത്തു നോക്ക് പ്രിയ. ഞാൻ പറയുന്ന സത്യമോ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മമ്മി, പൈസ വന്നു, പൈസ പോയി. നമ്മളിതാ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. മനസ്സിൽ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ കാറ്റത്ത് പറന്ന പോലെ. പോട്ടെ, സാരല്ല. നമ്മുടെതല്ലാത്തതിന് എന്തിനാ വെറുതെ കരയുന്നേ? പക്ഷെ ഒരു കാര്യം എന്തായാലും ചിന്തിച്ചേ പറ്റൂ, ആ പൈസ എവിടെ പോയെന്ന്. മമ്മി, ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ള? മനസ്സാണെന്നുണ്ടെങ്കിൽ നീറുക. എന്നാലും ആ പൈസ ഇങ്ങോട്ടായിരിക്കും പോയത്. ഇനി പറന്നു പോയോ അത്? ഇടി മണ്ടി, വീട്ടിലാണ് മോഷണം നടന്നത്. അപ്പൊ പിന്നെ മോഷണം എങ്ങനെ നടന്നെന്ന് അറിയണ്ടേ? ആരെ ചെയ്തെന്നറിയണ്ടേ? എനിക്ക് തോന്നുന്നത് മോഷ്ടിച്ച ആൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നാ. മമ്മിക്ക് ആ തനുവിനെയാണോ സംശയം? എന്റെ കാര്യം നീ വിട്, ആദ്യം നീ പറ, നിന്റെ കാര്യം സംശയം പ്രിയയാണോ? മമ്മിക്കുള്ള സംശയം ഉണ്ടെങ്കിൽ എനിക്കും സംശയമുണ്ട്. അതിന് പ്രിയയുടെ പേര് പോലും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ മമ്മി എന്തിനാ പ്രിയ സംശയം ഉണ്ടോന്ന് ചോദിച്ചേ? ഇനി ആ പ്രിയ എങ്ങനെ ഇത് കേട്ടോണ്ട് വന്നാ നമ്മൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അച്ഛമ്മേ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും പണം, 1 കോടി രൂപ, അതെങ്ങനെ വീട്ടിൽ നിന്ന് കാണാതാവുക? പൈസ എവിടെയും പോയിട്ടില്ല. നീ അതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ തന്നെ കാണുമോളെ. വീട്ടിലെ ലക്ഷ്മി എവിടെ പോകാനാണ്? നീ ഓർത്തു നോക്ക് മോളെ. പ്രണവും വരുന്നുണ്ടല്ലോ. വീട്ടിലെ ലക്ഷ്മിയോ? ഇവള് വീട്ടിലെ ലക്ഷ്മിയല്ല അച്ഛമ്മേ. ഇവള് വീട്ടിലെ മരുമോളും അല്ല. ഇവള് പണത്തിനോട് കൊതിയുള്ളവളാ. പ്രിയ, നീ ടെൻഷൻ അടിക്കണ്ട. നീ പണം മോഷ്ടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? പണം എങ്ങനെയായാലും കിട്ടും. ഞാൻ ആ മുറിയിലൊന്ന് നോക്കട്ടെ. തിരഞ്ഞോളൂ പ്രിയ, തിരഞ്ഞോളൂ. നിനക്കൊന്നും കിട്ടില്ല. ഇവിടുന്ന് പൈസ കാണാതായതുപോലെ എത്രയും പെട്ടെന്ന് നിന്നെയും നിന്റെ അമ്മയും ഈ വീട്ടിൽ നിന്ന് കാണാതാവും. അബി, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. നോക്കൂ, ഇതാണ് ഉത്തമമായ സംസ്കാരം. ചെറിയ വീട്ടിൽ കിട്ടിയ വലിയ സംസ്കാരം. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ശത്രുത സ്വന്തമാക്കി. ഇതിനു മുമ്പും പലതവണ അഭയുടെ കോടിക്കണക്കിന് രൂപ അവൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അവര് ചെയ്ത ഒരു വലിയ ഡീൽ പ്രിയ അഭിക്ക് വേണ്ടി ശരിയാക്കി.
വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു എന്റെ മകൾ. പക്ഷെ അവളുടെ മുഖത്ത് ഞാൻ ഇന്നേ വരെ പേടിയോ ടെൻഷനോ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് ഞാനത് കണ്ടു. എന്റെ മകൾ ഉറപ്പായും ആ പണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. പണം എന്തായാലും കിട്ടും. എനിക്ക് ആ കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്. എന്താ കാണാത്തെ? അതെങ്ങനെ സംഭവിക്കും? അങ്ങനെ പണം ഞാൻ വച്ച് മറക്കാറില്ലല്ലോ. ഈശ്വരാ, പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കും. ആ പണം ഞാൻ എവിടെയാ വെച്ചതെന്ന് ഒന്ന് ഓർമ്മിപ്പിക്കും. ഇനി എവിടെയാ തരേണ്ട? ഈ മുറിയിൽ എവിടെയും ഇല്ല. എന്റെ ഈശ്വരാ. ഇതാ ഞാൻ കാണാൻ ആഗ്രഹിച്ചേ. പ്രിയ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ ആനന്ദം എനിക്ക് മറ്റൊന്നിലുമില്ല. ഇവൾ എന്റെ ജീവിതം നരകമാക്കി മാറ്റിയിരുന്നു. ഇപ്പോ ഇവളെ കണ്ട് എന്റെ ജീവിതം സ്വർഗമാണെന്ന് തോന്നുന്നു. ഇത് കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ഓർമ്മയില്ലാത്ത ഏത് സ്ഥലത്താവും ഞാനത് വെച്ചത്. അതെന്ത് മറവിയാ എന്നെ ബാധിച്ചത്? 1 കോടി രൂപ. പ്രണവിന് അത് എടുക്കാനും കഴിയില്ല. ഞാൻ രണ്ടാമത് ലോക്കർ തുറന്നിട്ടുമില്ല. ഇനി തനു പറയുന്ന സത്യമാവോ? പൈസ ഇനി മോഷണം പോയി കാണുമോ? ആ പണം എന്റെ ഉത്തരവാദിത്വമാണ്. അത് മോഷണം പോയാൽ ഞാൻ ഇല്ല. ഈശ്വര, അങ്ങനൊന്നും സംഭവിക്കരുതേ. അദ്ദേഹം അധ്വാനിച്ച പണം എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഇന്ന് ഞാൻ ഉയരത്തിലാ, ആകാശം എനിക്ക് താഴെയും. ഇന്ന് ഞാൻ മുന്നിലും, പ്രിയ എന്റെ പിന്നിലും. അലിയ, ഐ കാൻ ടെൽ യു, ഞാനിന്ന് വളരെ ഹാപ്പിയാ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തേനെ. പക്ഷെ സാരമില്ല, നീ എവിടെയാണോ അവിടെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്തു. പ്രിയ നിന്നെ ഇവിടുന്ന് പുറത്താക്കിയില്ലേ? ഇനി ഞാൻ അവളോട് പ്രതികാരം ചെയ്ത് അവളെ നാണം കെടുത്തി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അബി നിന്നെ നാണം കെടുത്തിയതിനേക്കാൾ ഞാൻ ആ പ്രിയ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തും. ആൻഡ് യു നോ, നിന്റെ ഫ്രണ്ട് നിന്നേക്കാൾ സ്മാർട്ടാണ്. നിനക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഞാൻ നിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ചെയ്തു. ഞാൻ അവരെ കുടുക്കിയ പ്ലാൻ അമ്മയും മകളും മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ രണ്ടുപേരും, അമ്മയും മോളും രണ്ടുപേരും അബിയുടെ ലൈഫിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ടാവും. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിന്നെ ഫോൺ ചെയ്തു. ഓ മൈ ഗോഡ്, ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിഖിലിനെ വിളിക്കാൻ മറന്നുപോയല്ലോ. ഈയിടെയായി അവന്റെ ഒരു പ്ലാനും അങ്ങ് വർക്കൗട്ട് ആവുന്നില്ല. അവിടെ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടൊന്നും ചെയ്യാനും കഴിയില്ല. അതുകൊണ്ട് പാവം എല്ലാം എന്നെ കൊണ്ട് ചെയ്യിക്കുക. നോട്ട് ബാഡ്. പ്രിയ പൂർണ്ണമായും കുടുങ്ങിയിരിക്കുന്നു. അത്രയും തുക എങ്ങനെ മോഷണം പോകും? ലോക്കറിന്റെ കീസ് എപ്പോഴും എന്റെ കയ്യിലാണുള്ളത്. അപ്പൊ അത് ഉപയോഗിച്ച് ആർക്കും മോഷ്ടിക്കാൻ കഴിയില്ല. ഈ വീട്ടിൽ ആർക്കാ ഇത്ര പണത്തിന് ആവശ്യം? തനു അല്ലാതെ മറ്റാരും അത് ചെയ്യില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ കഴിക്കാം, പിന്നെ സംസാരിക്കാം. വേണ്ട, ആദ്യം സംസാരിക്കാം, പിന്നെ കഴിക്കാം. നീ തുടങ്ങണോ അത് ഞാൻ തുടങ്ങണോ? നീ എന്ത് തുടങ്ങണം? പൈസ എണ്ണാൻ ആർക്കാ ഇഷ്ടമല്ലാത്ത? ഐ തിങ്ക് അബിക്ക് പൈസ കിട്ടിയാൽ അവൻ എല്ലാവർക്കും തരും, ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു അബിക്ക് പൈസ കിട്ടുമ്പോഴേക്കും എന്റെ നല്ല സമയം തുടങ്ങും. എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. വാ പോവാം. തനു എന്തിനാവോ അദ്ദേഹത്തെ പണത്തിന് വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടുണ്ടാവുക? ഇന്ന് രാവിലെ അവൾ പൈസയ്ക്ക് വേണ്ടി വളരെ ഡെസ്പറേറ്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട്.